ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബലൂൺ സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം 4ആയിട്ട് ഫോൾഡ് ചെയ്യുക, മേലെ 1 ഇഞ്ച് സീമും കൊടുക്കുക. പിന്നെ ഒരു 5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക പ്ലീറ്റിന് വേണ്ടി. ഏകദേശം എല്ലാ സൈസുകാർക്കും ഈ ഒരു 5 ഇഞ്ച് തന്നെ മതിയാവും. അതിനുശേഷം നമ്മൾ സാധാരണ സ്ലീവിൻ്റെ അളവ് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗത്തോട് 1/2 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത്, ഇവിടെ ഇപ്പം 5.25 5.25 അതിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 12 ഇഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് എത്രയാണോ അത് ആ ഒരു മേലേന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക, വീണ്ടും അതിൻ്റെ പകുതി എടുക്കുക, അതുപോലെ അപ്പുറത്തും അതിൻ്റെ പകുതി എടുക്കുക. ഇനി നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ 1/4 ഇഞ്ച് മേലോട്ടേക്ക്, 1/2 ഇഞ്ച് മേലോട്ടേക്ക്, പിന്നെ 1/4 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്യുമ്പോൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നമുക്ക് താഴെ ബെൽറ്റ് പോലെയാണ് കൊടുക്കുന്നത്. അതുപോലെ വീതി വരുന്നത് പ്ലീറ്റ് ഇടേണ്ടത് കൊണ്ട് ഈ നമ്മൾ മേലത്തെ വീതി എത്രയാണോ കൊടുത്തത്, അതായത് 5 ഇഞ്ചും 5.25 ഇഞ്ചും കൂടെ കൂട്ടി 10.25 ഇഞ്ച് ഉണ്ടാവും. ആ 10.25 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലൊരു സ്ക്വയറായിട്ട് വരയ്ക്കുക. ഇനി 1/2 ഇഞ്ച് സീം ഇട്ട് കൊടുക്കാം. മേലെ ഫ്രണ്ടിനും ബാക്കിനും സീം ഇടണം. പിന്നെ സൈഡിൽ 1 ഇഞ്ച് സീം കൊടുക്കാം. താഴെ 1/2 ഇഞ്ച് മതി, കാരണം ബെൽറ്റ് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് 1/2 ഇഞ്ച് സീമും എടുത്താൽ മതി. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇനി അത് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് താഴെ ബെൽറ്റ് പീസിന് വേണ്ടി ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിൽ എടുക്കുക. അതുപോലെ നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ പകുതി എടുക്കുക. ഇവിടെ ഇപ്പോൾ 7.5 സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അതിങ്ങനെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് സീമും കൂടി ഇട്ട് കൊടുക്കുക. 4 ഇഞ്ച് വീതിയാണ് എടുക്കേണ്ടത്. അപ്പം ഇതുപോലെ ഒന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് ബലൂൺ സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പം ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.